ഇന്ന് നമുക്ക് ഗ്രീൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കാം. ഇതിന് ഷോർട്ട് ഫോം ആയിട്ട് GGE എന്ന് പറയും. ജനറ്റിക് എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ ഫീൽഡിൽ യൂസ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഗ്രീൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ദാറ്റ് ഈസ് യൂസ് ഓഫ് ജനറ്റിക് മെത്തേഡ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് agriculture. At present, most genetically modified plants cultivated worldwide have been modified to make them resistant to insects or tolerant to certain herbicides. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫാമിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുണ്ടാകുന്ന യൂസ്ഫുൾ അല്ലാത്ത പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹെർബ്സ് എന്ന് പറയുന്നത്. ആ ഹെർബ്സിനെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയും കളനാശിനി ഉപയോഗിക്കാം, കളകളെ നശിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ ആ ഹെർബിസൈഡ് നമ്മൾ ആ പ്ലാന്റിൽ തളിക്കുമ്പോൾ ഹെർബ്സ് മാത്രമേ നശിച്ചു പോകാൻ പാടുള്ളൂ, നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, റൈസിൻ്റെ ഇടയിൽ പുല്ല് വളരും, അപ്പോൾ ആ പുല്ല് മാത്രം നശിച്ചു പോകണം ഈ ഹെർബിസൈഡ് അടിക്കുമ്പോൾ. അപ്പോൾ ഈ ഹെർബിസൈഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള റൈസ് പ്ലാന്റിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിക്കാൻ പറ്റും. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കാൻ പറ്റും. ഈ പ്ലാന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ജെനിക് പ്ലാന്റ്സ് എന്ന്. അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ ജീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും ഈ സ്പീഷീസിലേക്ക്, ഏതെങ്കിലും ഒരു സ്പീഷീസിലേക്ക്. അതിൽ ഓൾറെഡി ഉള്ള ജീൻ ആയിരിക്കില്ല, ഒരു ഫോറിൻ ജീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ജീനിനെ ആ പ്ലാന്റിൽ നിന്ന് മാറ്റുകയായിരിക്കും ചെയ്യണം. അങ്ങനെ പല ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ജനറ്റിക് എഞ്ചിനീയറിങ് നമ്മളെ അഗ്രികൾച്ചർ ഫീൽഡിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതി. ഇങ്ങനെ ജനറ്റിക് എഞ്ചിനീയറിങ് മെത്തേഡ് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ റിസർച്ച് ചെയ്യുന്ന സയൻറ്റിസ്റ്റ് പറയും ഇങ്ങനെ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വേൾഡിൽ, ആ ഹങ്കറിനെ ബീറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ടെക്നിക്കാണിതെന്ന് പറയും. പക്ഷേ അതിൻ്റെ ഒപ്പോണൻസ് എന്തു പറയും, ഇത് നമ്മൾ അൺഫോർസീൻ ആയിട്ടുള്ള പല കോൺസിക്വൻസസും ഇതുവഴി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ജെനിക് പ്ലാന്റ് ഉണ്ടാക്കുന്നത് ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഐഡിയ, അതായത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കുക എന്നുള്ള ഐഡിയ ഫാമേഴ്സ് വളരെ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണത്. അതായത് ഇപ്പോൾ കുറേ വെറൈറ്റി അവർ ഒരു ഫാമിങ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലതായിട്ട് നല്ല റൈസ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ഉള്ളത് അങ്ങനത്തെ പ്ലാന്റ്സിനെ അവർ സെലക്ട് ചെയ്തായിരിക്കും അടുത്ത ക്രോപ്പ് അവർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമുക്ക് എന്ത് പറ്റും, ട്രാൻസ്ജെനിക് പ്ലാന്റിനെ നമുക്ക് ജനറ്റിക് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വെച്ച് നമ്മൾ ഏത് തരത്തിലുള്ള പ്ലാന്റ്സിനൊക്കെ ഉണ്ടാക്കും, പെസ്റ്റിസൈഡ്സിനോടും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ജെനിക് പ്ലാന്റിനെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ന്യൂട്രിയൻസ് ലെവൽ കൂടുതലുള്ള പ്ലാന്റ്സിന്, അതായത് ട്രഡീഷണൽ പ്ലാന്റ്സിനേക്കാളും ന്യൂട്രീഷൻ കൂടുതലുള്ള പ്ലാന്റ്സിനെയും നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഈ ഗ്രീൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആ പ്രോസസ്സ് വഴി നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത്, ഒരു ഫോറിൻ ജീനിനെ ഒരു പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് അതിൽ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന പ്ലാന്റിൻ്റെ പേരാണ് ട്രാൻസ്ജെനിക് പ്ലാന്റ്സ്. അപ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടി ആയിരിക്കും അതിലുണ്ടാകുക, എന്തെല്ലാം രീതിയിൽ അത് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതായത് ലെസ് ഫെർട്ടിലൈസർ മതിയാവും, അതായത് സോയിലുള്ള ഫെർട്ടിലൈസറിനെ എത്രയും പെട്ടെന്ന് അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും, ഏറ്റവും കൂടുതൽ അളവിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആയിരിക്കും. പിന്നെ ചില പ്ലാന്റ്സ് പെസ്റ്റിസൈഡിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ചില പ്ലാന്റ്സിൽ അതിൻ്റെ ന്യൂട്രിറ്റീവ് ലെവൽ കൂടുതലായിരിക്കും, അതിൻ്റെ ഈൽഡും കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഇങ്ങനെ പല രീതിയിലുള്ള ഡിസൈറബിൾ ക്യാരക്ടേഴ്സുള്ള ട്രാൻസ്ജെനിക് പ്ലാന്റിനെ നമുക്ക് ഗ്രീൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ട്രാൻസ്ജെനിക് പ്ലാന്റിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ദ റൈസ് പ്ലാന്റ്, മെയ്സ് പ്ലാന്റ്. ഇങ്ങനെ റൈസ് പ്ലാന്റിൽ ഒരു പ്രത്യേക ജീൻ, ആ ജീൻ്റെ പേരാണ് PUP1. ആ ജീൻ സ്റ്റാൻഡ് ഫോർ ഫോസ്ഫറസ് അപ്ടേക്കിന് വേണ്ടിയാണ്. അതായത് ഫോസ്ഫറസ് സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ആരാണ് തീരുമാനിക്കുന്നത്, ഈ ജീനാണ് തീരുമാനിക്കുന്നത്.
അപ്പോൾ ഈ റൈസ് പ്ലാന്റിന് വളരെ ചെറിയ അളവിലാണ് ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ പോലും ആക്റ്റീവായിട്ട് ആ ഫോസ്ഫറസിനെ മുഴുവൻ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് എന്താ, നമുക്ക് അത്രയും ഫെർട്ടിലൈസർ കുറവ് ചേർത്താൽ മതിയാവും. അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് റൈസ് കുഡ് ബി എക്സ്ട്രീംലി യൂസ്ഫുൾ ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ് വെയർ ഫാമേഴ്സ് ആർ വെരി പുവർ ആൻഡ് കനോട്ട് അഫോർഡ് ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് മേടിച്ച് കുറേ പൈസ കളയേണ്ട ആവശ്യമില്ല ഫാമേഴ്സിന്. അതിന് പകരമായിട്ട് വളരെ കുറച്ച് അളവിൽ ഫോസ്ഫറസ് സോയിലിൽ ഉണ്ടെങ്കിൽ പോലും ആ ഫോസ്ഫറസിനെ മുഴുവനായിട്ട് ഈ PUP1 ജീനുള്ള റൈസ് പ്ലാന്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കാം. പ്രോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഒരു ഫേമസ് സയൻറ്റിസ്റ്റിൻ്റെ മാർട്ടിൻ കോയം, ഹീസ് ഫ്രം ഗോട്ടിഞ്ചൻ യൂണിവേഴ്സിറ്റി. അത് വേൾഡ് ന്യൂട്രീഷൻ പഠിക്കുന്ന ഒരു ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ആ പ്രൊഫസറുടെ അഭിപ്രായത്തിൽ നമ്മളുടെ ഈ GG ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത്. എന്തിനു വേണ്ടിയുള്ള റെഡ്യൂസ് അവർ കൺസപ്ഷൻ ഓഫ് റിസോഴ്സസ്. അതായത് നമ്മൾ കഴിക്കുന്ന റൈസിലോ വീറ്റിലോ ന്യൂട്രീഷൻ കൂടുതലാണെങ്കിൽ നമുക്ക് അത്ര അളവ് കുറച്ച് റൈസും വീറ്റും കഴിച്ചാൽ തന്നെ നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ കൺസപ്ഷൻ കുറയ്ക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്നാണ് മാർട്ടിൻ കോം അഭിപ്രായപ്പെട്ടത്. അതേപോലെ അതുകൊണ്ട് നമ്മൾ ഈ ജനറ്റിക് എൻജിനീയറിങ്ങിനെ നമ്മൾ കൺവെൻഷണൽ രീതിയിലും അല്ലെങ്കിൽ ബയോടെക്നോളജിക്കൽ അപ്രോച്ച് വച്ചും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഈ ഫേമസ് പ്രൊഫസറുടെ അല്ലെങ്കിൽ ഈ സയൻറ്റിസ്റ്റിൻ്റെ അഭിപ്രായം. GG അനുകൂലിക്കുന്ന സയൻറ്റിസ്റ്റ്മാരെല്ലാം എന്താ പറയുന്നത്, അതേ ആർഗ്യൂ ചെയ്യുന്നത് ഇറ്റ് ബൂസ്റ്റ് ക്രോപ്പ് ഈൽഡ്, പിന്നെ ഈൽഡ് കൂട്ടും, പിന്നെ റെഡ്യൂസ് ക്രോപ്പ് ഫെയിലിയേഴ്സ്. ക്രോപ്പ് ഫെയിലിയേഴ്സ് പല കാര്യം കൊണ്ടാകാം. ചിലപ്പോൾ എന്തുകൊണ്ടാകാം, ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിൻ്റെ ഒരു പെസ്റ്റിൻ്റെ ആക്രമണം കൊണ്ടാവാം. അങ്ങനത്തെ ക്രോപ്പ് ഫെയിലിയർ തടയാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇറ്റ് മീൻസ് ലെസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്. അതുകൊണ്ട് പെസ്റ്റിസൈഡ് വളരെ കുറവാണ് നമുക്കിതിൽ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്, ഈ GG വഴി ഉണ്ടാക്കുന്ന പ്ലാന്റ്സിന് പെസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ വളരെ കുറവ് അളവിലേ പെസ്റ്റ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെസ്റ്റിസൈഡ്സ് കുറച്ച് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതേപോലെ തന്നെ റോസ്റ്റോക്ക് യൂണിവേഴ്സിറ്റി ബെർലിനിലുള്ളതാണ്. ആ യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റ് പൊട്ടറ്റോയിൽ നിന്ന് നമുക്ക് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് വേർതിരിച്ചെടുത്തു. അങ്ങനെ ഇൻഡസ്ട്രിയൽ ഫീൽഡിലും ഈ GG വളരെ യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ സയൻറ്റിസ്റ്റ് ആർഗ്യൂ ചെയ്യണത് എന്താണ്, നമുക്ക് ഒരു ജീനോം, അതായത് ജനറ്റിക് കോൺസ്റ്റുവൻസിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. അപ്പോൾ നമ്മളൊരു ഇഷ്ടിക മാറ്റി വെക്കുന്നത് പോലെ അല്ല ഒരു ജീവനുള്ള ഒരു ആനിമലിൻ്റെ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ജീൻ മാറ്റി വേറൊരു ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബില്ലനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തുന്നത് അത് നല്ല കാര്യമല്ല. അത് നമ്മുടെ ഫുഡ് വെബിനെ അല്ലെങ്കിൽ ഫുഡ് ചെയിനെ വരെ അത് എഫക്റ്റ് ചെയ്യാം. പിന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, മെയ്സ്, കോട്ടൺ, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബാക്ടീരിയൽ പോയിസൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ബാക്ടീരിയൽ പോയിസൺ ആ ഇൻസെക്ട്സിന് മാത്രമല്ല ഫെയ്റ്റലായിട്ടുള്ളത്. അതേപോലെ തന്നെ ആ പ്ലാന്റിന് ചുറ്റും വളരുന്ന പല പ്ലാന്റ്സിനും പല ഇൻസെക്ട്സിനും ഇത് ഫെയ്റ്റലായിട്ടാണ് ഉള്ളത്. ഇറ്റ് പോസസ് സബ്സ്റ്റാൻഷ്യൽ റിസ്ക് ടു ദ എൻവയോൺമെൻറ്റ്. ഇത് എൻവയോൺമെൻറ്റിനും റിസ്ക് ആണ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ GGയുടെ ഡൗൺ സൈഡായിട്ട് കോൺസായിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് GGയെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ വേറെ എന്തെല്ലാമെന്ന് നോക്കാം. ദ ക്രിട്ടിക്സ് ആർഗ്യൂ ദാറ്റ് സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ഇൻ പുവർ കൺട്രീസ് ആർ ലൂസിങ് ദെയർ ലൈവ്ലിഹുഡ് ആസ് ദ പ്രൈസ് ഓഫ് ദ സീഡ് ആൻഡ് പെസ്റ്റിസൈഡ് റൈസസ് ഷാർപ്ലി. ഇങ്ങനെ ഉണ്ടാക്കുന്ന GG വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ്സിന് വില വളരെ കൂടുതലായിരിക്കും. അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ ബൗണ്ടഡ് ബൈ കോൺട്രാക്ട്സ് ദാറ്റ് ഫോഴ്സ് ദം ടു ബൈ ദെയർ ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്സ് ആൻഡ് ദെയർ പെസ്റ്റിസൈഡ് ഫ്രം ദ സെയിം കമ്പനി. ഇപ്പോൾ ചില കമ്പനികൾ അതിൽ പേറ്റൻറ്റ് എടുക്കും. ഈ സീഡ് ഞങ്ങൾക്ക് മാത്രമാണ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ കമ്പനിയെ തന്നെ അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കമ്പനിക്ക് ഇഷ്ടമുള്ള പ്രൈസ് ചിലപ്പോൾ അതിന് വച്ചെന്നിരിക്കും. അത് ഈ പുവർ ഫാമേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് വേറെയൊരു ക്രിറ്റിസിസം ഇതിനെ പറ്റിയുള്ളത്. അപ്പോൾ എന്തു പറ്റും, ദേ എൻഡ് അപ്പ് ബീയിങ് ഡിപ്പെൻഡൻറ്റ് ഓൺ എ സ്മോൾ നമ്പർ ഓഫ് മേജർ അഗ്രികൾച്ചറൽ ആൻഡ് കെമിക്കൽ കമ്പനീസ്. അവരുടെ പെസ്റ്റിസൈഡ്സിന് വേണ്ടി അല്ലെങ്കിൽ സീഡ്സിന് വേണ്ടി ഈ കമ്പനീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും.
ഇനി നമുക്ക് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കില്ലേ, ട്രാൻസ്ജെനിക് പ്ലാന്റ്സ്, അത് ഏത് ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യാനായിട്ട് പ്ലാന്റിലേക്ക് നമുക്ക് അഗ്രോ ബാക്ടീരിയം പോലുള്ള വെക്റ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വെക്റ്ററിൽ എന്തുണ്ടാവും, നമുക്ക് ഏത് ജീനിനാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ ജീൻ വെക്ടർ വഴി പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അയക്കും. അത് ആ ഏത് ജീനിലാണോ മാറ്റം വരുത്തേണ്ടത് അവിടെ അതിന് മാറ്റം വരുത്തും. അപ്പോൾ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. Habit or tendency, that is called pluripotent. That means each single cell can be developed into an individual plant. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്യുന്നത്. ദിസ് എബിലിറ്റി ക്യാൻ ബി ടേക്കൺ അഡ്വാൻറ്റേജ് ഓഫ് ബൈ ദ ജനറ്റിക് എൻജിനീയേഴ്സ് ബൈ സെലക്ടിങ് ദാറ്റ് സെൽസ് ആൻഡ് വി ക്യാൻ സക്സസ്ഫുള്ളി ഡെവലപ്ഡ് ന്യൂ പ്ലാന്റ്സ് ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് ദ foreign gene into that particular cell. So that particular cell with the foreign gene is developed into a new transgenic plant for the next generation. This is what happened in the case of tissue culture. The GGയുടെ റിസർച്ച്, GGയെ പറ്റി അല്ലെങ്കിൽ ഈ ഫീൽഡിൽ റിസർച്ച് ചെയ്യാനായിട്ട് നമ്മൾ പല പ്ലാന്റ്സിന് യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയുള്ള പ്ലാന്റ്സിനെ ആയിരിക്കും നമ്മൾ ഈ റിസർച്ചിന് വേണ്ടി എടുക്കുന്നത് സാധാരണ? അതായത് ജീനോം, അതിലെ ക്രോമസോം നമ്പറുടെ എണ്ണം കുറവായിരിക്കും. പിന്നെ അവരുടെ ലൈഫ് സൈക്കിള് വേഗം, അതായത് ഒരു പ്ലാന്റ് ഫുൾ ഗ്രോത്ത് ആയിട്ട് നെക്സ്റ്റ് ജനറേഷൻ പ്ലാന്റ് ഉണ്ടാകാനുള്ള സമയം വളരെ കുറവായിരിക്കും. ഷോർട്ട് ലൈഫ് സൈക്കിളായിട്ടുള്ള പ്ലാന്റ്സും ആയിരിക്കും. അങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമുക്ക് മോഡൽ ഓർഗാനിസംസ് ആയിട്ട് എടുക്കാം. അങ്ങനെ ഈ ഗ്രീൻ ജനറ്റിക് എൻജിനീയറിംഗ് ഉപയോഗിച്ച് ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ജീൻ ടെക്നോളജി നടത്തിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ടുബാക്കോ പ്ലാന്റ്. അതേപോലെ തന്നെ ഹില്ലി റീജിയനിലുള്ള ആർബിഡോപ്സിസ് താലിയാന, ആ പ്ലാന്റിലും സ്മോൾ ജീനോമാണ്, ഷോർട്ട് ലൈഫ് സൈക്കിളുമാണ്. അതുകൊണ്ട് ഈ പ്ലാന്റിനെ നമുക്കൊരു മോഡൽ ഓർഗാനിസമായിട്ട് നമുക്ക് എടുക്കാം ഇൻ ദ ഫീൽഡ് ഓഫ് GGE. അപ്പോൾ എക്സാമ്പിൾ ഫോർ യൂസിങ് മോഡൽ ഓർഗാനിസമാണ് ടുബാക്കോ പ്ലാന്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം അറാബിഡോപ്സിസ് താലിയാന. ഈ GGE ഫീൽഡിലെ റിസർച്ച് കൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളായിരിക്കും ഉണ്ടാകുന്നത്? അതായത് നമ്മൾ ഒരു പ്ലാന്റ്സിലെ ഏത് ജീനായിരിക്കും ഈ ഫീനോടൈപ്പ് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഫ്ലവർ കളറായിരിക്കാം, സൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ആയിരിക്കാം ഫ്ലവറിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഈൽഡ് ആയിരിക്കാം. ആ പർട്ടിക്കുലർ ക്വാളിറ്റി ഏത് ജീനാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഈ ഫീൽഡിലുള്ള റിസർച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏത് രീതിയിലായിരിക്കും നമ്മളെ ഈ റിസർച്ച് ഹെൽപ്പ് ചെയ്യണേ? ഇപ്പം മ്യൂട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ എൻ്റയർ ജീനിൽ ഡിഫറൻസ് വരാം. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജീനിൽ മാത്രമായിരിക്കും നമുക്ക് വ്യത്യാസം വരുത്തേണ്ടത് അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ജനറ്റിക് എൻജിനീയറിംഗ് വഴി നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടാർഗറ്റ് നമുക്കുണ്ടാവും. ആ പർട്ടിക്കുലർ ടാർഗറ്റിലുള്ള ജീനിൽ മാത്രമായിട്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അതുകൂടാതെ തന്നെ ചില ജീനിലേക്ക് ഒരു പ്രൊമോട്ടർ ജീൻ അറ്റാച്ച് ചെയ്യും. അപ്പോൾ പ്രൊമോട്ടർ ജീനിൻ്റെ പ്രസൻസിൽ നമുക്ക് ഏത് ജീനിൻ്റെ ആണോ എക്സ്പ്രഷൻ കൂട്ടേണ്ടത് ആ ജീനിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ പല രീതിയിലും നമ്മൾ ഈ ഫീൽഡിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ആ റിസർച്ചിൻ്റെ ഡെവലപ്മെൻറ്റിലും GE നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഒൺലി ഫോർ ഓർണമെൻ്റൽ പർപ്പസിനായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ബ്ലൂ കളറിലുള്ള റോസ് ഉണ്ടാവും. അത് സാധാരണ ഇപ്പോൾ മോളിൽ കാണിച്ചത് ലാവൻഡർ കളറായിരുന്നു, അതിനെ ബ്ലൂ കളറിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് നോക്കും? അതിൽ സയൻറ്റിസ്റ്റ് ആദ്യം എന്ത് കണ്ടുപിടിക്കും? ഏത് ജീനാണ് ഈ പർട്ടിക്കുലർ ഫ്ലവർ കളറിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ആ ജീനിലുള്ള slight variations, maybe deletion of some part or addition of some part, അത് എന്ത് ആ കളറിൽ മാറ്റം വരുത്തും. അതിനുശേഷം നമുക്ക് ആ കളറിലുള്ള പ്ലാന്റ്സിനെ, ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ വിഷ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർണമെൻ്റൽ പ്ലാന്റ്സും GGE വഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോസ്, ദേ ആർ സോൾഡ് ഇൻ ജപ്പാൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ആർ പ്രൊഡ്യൂസ്ഡ് through GGE, and at the same time the other ornamental plants are chrysanthemum.
നമ്മൾ ജമന്തി എന്നൊക്കെ പറയും, ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ടാവും. പിന്നെ പെറ്റൂണിയ പ്ലാന്റ്, അതിൻ്റെ ഫ്ലവേഴ്സ് ഡിഫറെൻറ്റ് കളറിലും ഷെയ്ഡിലും ഉള്ളതായിരിക്കും. ഇതെല്ലാം നമുക്ക് ഏത് വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്? നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ആസ് വെൽ ആസ് ഇൻക്രീസിങ് എസ്തെറ്റിക് വാല്യൂ, ദെയർ ആർ പ്ലാന്റ്സ് ടു ഡെവലപ്പ് ഓർണമെൻ്റൽ ദാറ്റ് യൂസ് ലെസ് വാട്ടർ ഓർ ആർ റെസിസ്റ്റൻറ്റ് ടു കോൾഡ് വിച്ച് വുഡ് അലൗ ദം ടു ബി ഗ്രോൺ ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം, തണുപ്പുള്ള, അതായത് ഊട്ടി, മൂന്നാർ അവിടെയുള്ള വളരുന്ന ചില പ്ലാന്റുകൾ നമ്മളിവിടെ നാട്ടിൽ, നമ്മുടെ ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് നട്ടു കഴിഞ്ഞാൽ അത് പിടിക്കാൻ വഴിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മൾ അങ്ങനത്തെയുള്ള പ്ലാന്റിൽ കാണേണ്ടത്? അത് ശരിക്കും പറഞ്ഞാൽ അത് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനോട് ഹോട്ട് ക്ലൈമറ്റിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും. കോൾഡ് ക്ലൈമറ്റിൽ അതിന് നല്ല രീതിയിൽ വളരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം ഏത് ജീനാണ് ആ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷന്. അപ്പോൾ നമ്മൾ ഹോട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് ജീനാണ് ആ പ്ലാന്റിലുള്ളത്, ആ ജീനിൽ ചെറിയൊരു വേരിയേഷൻ, ഒരു ജനറ്റിക് വേരിയേഷൻ വരുത്തിയാൽ മതിയാവും ആ കോൾഡ് റീജിയണിലുള്ള പ്ലാന്റിന് ഹോട്ട് റീജിയനിൽ നല്ലപോലെ വളരാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്ലാന്റിന് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ നിന്ന് അടുത്തൊരു അറ്റ്മോസ്ഫിയറിലേക്ക്, ഒരു എൻവയോൺമെൻറ്റിലേക്ക് മാറ്റാനായിട്ട് നമുക്കിത് ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി എന്താ ഇവിടെ ചെയ്യുന്നത്? ഇപ്പോൾ അതായത് ഹോട്ട് ക്ലൈമറ്റിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ജീൻ ഏതാണോ ആ ജീനിന് നമ്മൾ ചെറിയൊരു വേരിയേഷൻ അല്ലെങ്കിൽ ഓൾട്ടറേഷൻ വരുത്തുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കാം. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലാന്റിനെ നിലനിർത്തുക. അതായത് ചില പ്ലാന്റ്സിന് ഇൻസെക്റ്റ് ആക്രമിക്കുക, അല്ലെങ്കിൽ പെസ്റ്റ് ആക്രമിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറസ് ആക്രമിക്കുക. അപ്പോൾ ആ പ്ലാന്റ്സ് തന്നെ നമ്മളുടെ ഈ വേൾഡിൽ നിന്ന് അപ്രത്യക്ഷമാകും. അങ്ങനെ അപ്രത്യക്ഷമാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ആ പർട്ടിക്കുലർ ഇൻസെക്റ്റിനോട് റെസിസ്റ്റൻ്റ് ഉള്ള ഒരു പ്ലാന്റിനെ നമ്മൾ വളർത്തിയെടുക്കും. അതിനൊരു എക്സാമ്പിളാണ് ദ പപ്പായ റിംഗ് സ്പോട്ട് വൈറസ്. അത് ഒരു പ്രദേശത്തുള്ള പപ്പായ പ്ലാന്റ്സിനെ മുഴുവൻ അങ്ങ് നശിപ്പിച്ച ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പപ്പായ പ്ലാന്റിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ റിംഗ് സ്പോട്ട് വൈറസിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പപ്പായ പ്ലാന്റ് നമ്മൾ വഴിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെ പല എക്സാമ്പിളും ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അങ്ങനെ പല എക്സാമ്പിളും നമുക്ക് കാണാം. കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സിന് എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഹെൽപ്പ് us to conserve the plant. Through genetic engineering, plants can be used to produce pharmacologically active proteins, including the mammalian antibodies, blood products, substitutes, vaccines, hormones, cytokinins, and a variety of other therapeutic agents. So in the field of pharmacology also, this genetic engineering has a major role. Through the genetic engineering, we are producing many transgenic plants. These transgenic plants produce vaccines or proteins. That proteins or vaccines or antibodies we can use in human being and other animals. How these transgenic plants produce mammalian antibodies? Because in these transgenic plants we are introducing a foreign gene that is responsible for the production of that particular mammalian antibody, and as a result that plant is able to produce that antibody. Later on, this antibody or protein or whatever product they are producing inside, we are extracting from these plants, transgenic plants, and we can use in the case of human being or animals. See, the advances in plant biotechnology have already resulted in plants that produce monoclonal antibodies or other therapeutic proteins, or that may serve as a source of edible vaccine. Okay, these proteins or antibodies, we can use it as an edible vaccine. Research now underway will almost certainly result in GE plant designed to produce other therapeutic agents, including hormones, for example insulin, somatotropin, erythropoietin, blood components,
the coagulation factors and various interferons, and may well avoid critical limitations in the production capacity. So that if we cannot produce a particular product in the human being, we can use the transgenic plant and we can produce this product in the transgenic plant, and we can make use of these hormones or proteins in the case of human being or in the case of animals. So in the field of pharmacology or in the field of therapeutic, we can make use of these transgenic plants we are made with the help of GEA. Okay, so this is one of the important application of green genetic engineering in the field of pharmacology. The edible vaccine produced in these transgenic plants are easy to administer in human being because they are edible vaccine and no need of any needle or something for the administration of this vaccine. Okay, so here these transgenic plants are act as bioreactors. They are reacting and making the vaccines. For example, we can use the plants such as tobacco, potato, tomato, corn and rice as bioreactors. Why we are calling bioreactor? It is a biological organism or it is a living organism. So we can call them as bioreactors. To date, there are many transgenic plants that has been used to produce 4 different types of vaccine. Which are these types of vaccine? Bacterial vaccine, viral vaccine, parasite vaccine and immunocontraceptive vaccine. All these vaccines are produced in the transgenic plants, and these vaccines are extracting from the transgenic plants, and we can use it in the case of human being. See, one of the example for a plant that produce vaccine is alfalfa plant. This alfalfa plant is a transgenic plant. How we are making this transgenic plants? We are introducing a hog pest virus into the genome of this alfalfa plant. So that what happen? This transgenic alfalfa plant produce antibodies against this hog pest virus. So this antibodies we can use it as a vaccine. This vaccine is developed in the year 2005. These are the different applications of green genetic engineering. Okay, in the field of pharmacology, we can produce many vaccines or antibodies or proteins in the transgenic plants, and we can use them in the case of human being.